അതിനിടയ്ക്ക് ചായ കിട്ടോ? നിന്റെ തലയ്ക്കൊരു ഉണർവൊക്കെ കിട്ടണ്ടേ? ദാമോട്ട് ഇട്ടതാ. എന്തായി? ഒരെണ്ണം കഴിയാറായി. ഇതങ്ങ് അയച്ചു കൊടുക്ക. അതെ, ഇന്നലെ രാത്രി നിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ ഒരു കാര്യം ഓർത്തത്. നാളെ നമുക്ക് കേക്ക് മുറിക്കാന്നല്ലേ പറഞ്ഞത്? അതെ, ഇന്ന് രാത്രി ആക്കിയാലോ? രാത്രിയോ? നീ എന്തൊക്കെയാടായി പറയുന്നേ? ഇടയും ഇന്ന് രാത്രി 12 മണി മുതൽ അടുത്ത ദിവസമാണെന്ന് അറിയാലോ. സാധാരണ നമ്മൾ ന്യൂ ഇയറിന് രാത്രി 12 മണിക്കല്ലേ പടക്കം പൊട്ടിക്കുക. അങ്ങനെ നോക്കുമ്പോ നിന്റെ ബർത്ത്ഡേ ഇന്ന് രാത്രി 12 മണി മുതൽ ആരംഭിക്കും. നാളെ പിറന്നാളും. അതെങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവുന്ന നിനക്കറിയില്ലേ? എടി, നമ്മൾ മലയാളികൾക്ക് രാവിലെ 5 മണി മുതൽ ഒരു ദിവസം ആരംഭിക്കുക. പക്ഷേ ലോകം അംഗീകരിച്ചിരിക്കുന്നത് രാത്രി 12 മണിക്കാ. അതുകൊണ്ട് ഇന്ന് രാത്രി 12 മണിക്ക് നമ്മൾ കേക്ക് മുറിക്കുന്നു. നിനക്ക് വട്ടുണ്ടോ? 12 മണിക്ക് എവിടെ വെച്ച് കേക്ക് മുറിക്കാനാ? എടി, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. നീ നിന്റെ അച്ഛനോടും അമ്മയോടും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയണം. എടാ, അത്രയും വൈകിയൊന്നും ഞാൻ വീട്ടിൽ പോയിട്ടില്ല. പിന്നെ ആര് പറഞ്ഞു പോയിട്ടില്ലെന്ന്? എടി, നീ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ പോയിട്ടുണ്ടല്ലോ. അത് പിന്നെ ചില നേരത്തെ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? എന്നാ പിന്നെ ഇന്നും നൈറ്റ് പെട്രോളിംഗ്. എടാ, നാളെ രാവിലെ അമ്മയും അച്ഛനും അമ്പലത്തിൽ പോകുമ്പോ എന്നെ വിളിക്കും. പിന്നെ ഒരു ദിവസം ഉറക്കം ഒഴിയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്താ നിനക്ക് 1 മണിക്ക് വീട്ടിൽ എത്താലോ. എടി, രാവിലെ 6 മണിയെങ്കിലും ആവത്തില്ലേ അമ്പലത്തിൽ പോവാൻ? ഒരു 3-4 മണിക്കൂർ ഉറങ്ങാലോ. നീ എന്തൊക്കെ വട്ടായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടി, ഇത് വട്ടൊന്നുമല്ല. ബർത്ത്ഡേ അന്ന് എന്റെ പെണ്ണിനെ കാണാൻ ഇതാണ് ഏറ്റവും നല്ല അവസരം. പകല് നമ്മൾ കേക്ക് മുറിക്കുകയാണെങ്കിൽ ആരെങ്കിലും പരിചയക്കാര് നമ്മളെ കണ്ടെന്ന് വരും. ഈ അർദ്ധരാത്രിയിലാവുമ്പോ ആര് കാണാനാടി? എന്നാ എനിക്ക് എന്റെ പെണ്ണിനെ കാണാനും പറ്റും, ഒരു ടെൻഷനും ഇല്ലാതെ. നീ എന്ത് പറഞ്ഞിട്ടാ ഇത്രയും സമയം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നേ? ഇപ്പൊ ഞാൻ MD ആയതുകൊണ്ട് രാത്രി 10 മണിയൊക്കെ ആയിട്ടാ വീട്ടിൽ എത്താറ്. ഇന്ന് കുറച്ച് തിരക്ക് കൂടുതലാണെന്ന് പറയും. നിന്റെ അച്ഛനും വലിയച്ഛനും ഒക്കെ കമ്പനിയിൽ ഉണ്ടാവത്തില്ലേ? എനിക്ക് പല കോൺഫറൻസും ഉണ്ടാവും. അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണമുള്ള ടെൻഷൻ മാറ്റാൻ ഞാൻ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോയെന്ന് പറയും. നിന്റെ അടുത്ത് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞതാ കുഴപ്പമായത്. അത് നീ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നിന്റെ തലമുണ്ട ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ. അപ്പോഴേ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ, ഇത് വേറെ ആരും അറിയരുത്. നിന്റെ ചേച്ചിയാണെങ്കിൽ നിന്നെ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യത്തിൽ നടക്കുക. നവ്യേച്ചി എന്തിനാ അങ്ങനെ നടക്കുന്നത്? ചേച്ചി വെട്ടിക്കൊല്ലേണ്ടതേ അവളുടെ ഭർത്താവിനെയാ. സത്യങ്ങളൊന്നും ബോധിപ്പിക്കാതെ അതിനൊന്നും കഴിയത്തില്ല. ഇപ്പൊ അവരുടെ കണ്ണില് ഏറ്റവും നല്ലവൻ അബിയ. എടാ, ഇനിയിപ്പൊ അതേപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. അപ്പോഴേ നിനക്ക് വേണ്ടിട്ട് ഞാൻ കുറച്ച് റിസ്ക് എടുക്കാം. പക്ഷെ അവസാനം അത് തലവേദനയായിട്ട് മാറരുത്. ഏയ്, ഒരിക്കലുമില്ല. അല്ല, എവിടെ വെച്ചാ കേക്കൊക്കെ കട്ട് ചെയ്യുന്നേ? അതൊക്കെ ഞാൻ പറയാം. ഏതെങ്കിലും ഹോട്ടൽ മുറിയിലേക്കാണെങ്കിൽ ഞാൻ വരത്തില്ല കേട്ടോ. എന്താ ഞാൻ വിളിച്ച ഹോട്ടൽ മുറി വരാൻ നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ആരെങ്കിലും അത് കണ്ടിട്ട് എന്തിനാ വെറുതെ കഥകൾ ഉണ്ടാക്കുന്നേ? ഞാനിപ്പോ ഒരു പോലീസ് ഓഫീസറാ. എന്തായാലും നിനക്ക് പരിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല. അതുപോലെ ഇപ്പൊ 50 മിനിറ്റായി കഴിഞ്ഞില്ല. ഇത്ര പെട്ടെന്നോ? നിന്നെ എന്തായാലും സംഭവിച്ചേ പറ്റൂ. ഇന്ന് മാളവിക മിക്കവാറും അവിടെ ഫിക്സ് ആവും. അതിനുശേഷം ജ്വല്ലറി വലിയ ജ്വല്ലറിയാ. അതുകൊണ്ട് ഇനി അവിടെ തുടരാന്ന് കരുതിയിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെ ഒരാളല്ല മാളവിക. എനിക്ക് അവളെ നേരത്തെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, അവള് കുറെ കാലം നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് US ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് അങ്ങോട്ട് പോയത്. ഇപ്പോ 3 മാസത്തെ അവധിക്ക് വന്നപ്പോ എന്നെ വിശ്വാസമുള്ളതുകൊണ്ട് ഇങ്ങനെ റിസ്ക് ഏറ്റെടുത്ത്. അവരൊക്കെ തിരിച്ചറിഞ്ഞത് നമ്മുടെ ജ്വല്ലറിയുടെ മൂല്യം. എന്റെയും മുത്തച്ഛന്റെയും ക്വാളിറ്റി അവർക്കറിയാം. മൂർത്തീസ് ജ്വല്ലറി തകർന്നു പോരുതെന്ന് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ വിശേഷ ദിവസങ്ങളിലും മാളവിക എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അവളൊരു ഫോറിനറെ മാരി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇനി അവൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ ചേർത്ത് അവൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം. എന്തായാലും ക്യാഷ് കൊടുത്താൽ സ്വീകരിക്കില്ല. ഗിഫ്റ്റ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ശത്രുവിന്റെ ഇടയിലേക്ക് നമ്മുടെ ഒരാൾ നുഴഞ്ഞു കയറുന്നത് എന്തുകൊണ്ട് നല്ലതാ. നീ നോക്കിക്കോ, നാളെ നടക്കാൻ പോകുന്നത് ഇതായിരിക്കും. മാളവിക അവർ അപ്പോയിന്റ് ചെയ്ത നിന്റെ ചേച്ചിയെ മോഡലാക്കി വലിയ പബ്ലിസിറ്റി കൊടുത്ത പോലെ മാളവികയ്ക്കും പബ്ലിസിറ്റി കൊടുക്കും. പിന്നെ നയന കളക്ഷൻസിന് ഏറ്റവും വലിയ വെല്ലുവിളി മാളവിക കളക്ഷൻസ് ആയിരിക്കും. മാളവിക കളക്ഷൻസോ? അതെ, അങ്ങനെ ഒരു ട്രെൻഡ് അവരുണ്ടാക്കും. നയന കളക്ഷൻസിന് ഓപ്പോസിറ്റ് മാളവിക കളക്ഷൻസ്. അതിന് വലിയൊരു പരസ്യവും നൽകും. ആ കളക്ഷൻസിന് ജനങ്ങൾക്കിടയിൽ വലിയ ഡിമാൻഡ് ആവുമ്പോൾ അവർക്ക് അതിന്റെ മെച്ചവും കിട്ടും. അങ്ങനെയെങ്കിൽ ഈ 3 മാസത്തെ അവധി അവൾ ഒന്നുകൂടി നീട്ടും. എന്ന് വെച്ചാൽ കേരളത്തിൽ ആരും കൊടുക്കാത്ത സാലറിയെ സ്റ്റാഫുകൾക്ക് ജ്വല്ലറി ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ അവളുടെ ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞ ലീവ് നീട്ടിയെടുക്കാൻ അയാൾ പറയുമല്ലോ. പോരാത്തതിന് നമ്മളും പാരിതോഷികം കൊടുക്കുന്നുണ്ട്. 6 മാസം കഴിയുമ്പോ US നിന്ന് നല്ലൊരു ചാൻസ് വന്നെന്ന് പറഞ്ഞ് റിസൈൻ ചെയ്താൽ മതിയല്ലോ. അപ്പോഴേക്കും നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുകയും ചെയ്യും. സംസാരിച്ച സമയം കളയാതെ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക. എക്സലന്റ്. ഞാനും ഡിസൈനിങ്ങിൽ കഴിവ് തെളിയിച്ച കൂട്ടത്തില. എങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. മാഡം US വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. ആൾക്കാർ കുത്തിക്കൊണ്ടുപോകും. ആദർശ് സാറിന്റെ വലിയൊരു അസറ്റ് ആണല്ലോ നയന മാഡം. മാഡത്തെ ഭാര്യയായി കിട്ടിയത് സാറിന്റെ ഭാഗ്യമാണ്. അല്ല, ആദർശ് സാറിന്റെ മൂർത്തി സാറിന്റെ ഒക്കെ അത്രയ്ക്ക് നല്ല ക്യാരക്ടർ ആണല്ലോ. എന്നിട്ട് മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അതിന് തടയിട്ടേ പറ്റൂ. ഒന്നുമില്ലാതിരുന്ന സമയത്ത് എന്നെ സഹായിച്ചത് ആദർശ് സാറാ. അതിനുള്ള നന്ദി പ്രകടിപ്പിക്കാൻ പറ്റിയ അവസരമായത്. മേ കമൻ സർ? ഇതിപ്പോ 1 മണിക്കൂർ ആയില്ലല്ലോ. അതിനു മുമ്പ് കഴിഞ്ഞോ അതോ പരാജയം സംബന്ധിച്ചോ? എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ട് സർ. എല്ലാം തയ്യാറാക്കി? യെസ് സർ. എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വെറുതെ ഒരു ഡിസൈൻ ചെയ്തിട്ട് കാര്യമില്ല. ഞാനല്ല ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവർ ഒരു തീരുമാനം പറയണം. എങ്കിലും സാറിന്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ് സർ. അതുകൊണ്ട് കാര്യമില്ലെന്നാ പറഞ്ഞത്. എവിടെ നോക്കട്ടെ, ഇതൊന്നും അങ്ങോട്ട് പോരല്ലോടൂ. ഇത്രയും നല്ല ഡിസൈൻ കണ്ടിട്ടും അത് പോരെന്ന് തോന്നുന്ന ഇയാള് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഫൈനൽ തീരുമാനം എന്റേതല്ല. അവർക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മൾ തമ്മിൽ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ ഒരു പഴഞ്ചൻ രീതിയാണല്ലോ. ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഡിസൈൻ ഞാൻ ഇതുവരെ വരച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇയാളാണ് പഴഞ്ചൻ. ഇയാളുടെ മനസ്സും. അല്ല, ഇത് അയച്ചു കൊടുക്കണോ? ഉറപ്പായിട്ടും അയച്ചു കൊടുക്കണം സർ. റിസൾട്ട് എന്തായാലും അറിയാലോ. അല്ല, ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ 2-3 ഡിസൈൻ അയച്ചു കൊടുത്തിരുന്നു.
അപ്പോഴൊക്കെ എന്റെ തലയ്ക്കകത്ത് എന്താണെന്നാണ് ഇതേക്കുറിച്ച് അറിവുള്ളവർ എന്നോട് ചോദിച്ചത്. അല്ല, സാറാണല്ലോ ഈ കമ്പനിയുടെ MD. അപ്പോ സാറിനോട് അങ്ങനെയൊക്കെ ചോദിക്കോ? ചോദിച്ചെന്ന് പറഞ്ഞ അവർക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാ. സാറിന് ഈ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് സാർ. ഞാൻ ശരിക്കും എന്റെ തലച്ചോറ് മുഴുവൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചതാ. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എല്ലാവരും അവരുടെ ബ്രില്യൻസ് നന്നായിട്ട് കാണിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അതുപോലൊരു സാലറി ആണല്ലോ ഞങ്ങൾ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ നിലവാരത്തിലേക്ക് വരണം. ആരുടെ ഡിസൈൻ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ഡിസൈനാണ് ഈ വിഷുവിന് ഇറങ്ങാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്ക് നല്ല രീതിയിൽ പബ്ലിസിറ്റി കിട്ടും. പിന്നീട് എപ്പോഴെങ്കിലും US-ലോ അതുപോലെ മറ്റ് ഫോറിൻ കൺട്രീസിലേക്ക് പോവുകയാണെങ്കിൽ ലക്ഷങ്ങളായിരിക്കും സാലറി. വർഷത്തിൽ കോടികൾ സമ്പാദിക്കാമെന്നാണ്. ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് സർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ റിസൾട്ട് എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ കഴിവ് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോ തോൽവി സമ്മതിച്ചു. ഇനിയിപ്പോ റിസൾട്ട് എന്തായാലും വിഷമമില്ലല്ലോ. ഒരു വിഷമവും ഇല്ല സർ. ഇതിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടുത്തെ മെയിൻ ഡിസൈനർ ആയിട്ടെങ്കിലും കൂട്ടത്തിൽ കൂട്ടാമായിരുന്നു. എന്തായാലും നോക്കട്ടെ. ഇതൊക്കെ പറയുന്നെങ്കിലും ഇതിൽ ഏതെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടണമെന്നാണ് എന്റെയും ആഗ്രഹം. ഇഷ്ടപ്പെട്ടാൽ കുട്ടിയുടെ ഗ്രാഫ് മാറും. കിടന്ന് വാച കടിക്കാതെ ആർക്ക് അയച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാ അയച്ചു കൊടുക്കണോ വിവരം കെട്ടവനെ. എങ്ങനെയുണ്ട്? പ്രതീക്ഷിച്ചതിന് മുകളിലാണല്ലോ അച്ഛാ. അത് തന്നെ ഞാനും ആലോചിച്ചത്. ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മുടെ മുമ്പിൽ ഇതുവരെ എത്തിയിട്ട്. അപ്പൊ പിന്നെ പച്ചക്കൊടി കാണിക്കാല്ലേ? ഈ ഡിസൈൻ വരച്ച ആള് നമ്മുടെ ജ്വല്ലറിയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജ്വല്ലറിയിലേക്ക് ആൾക്കാരുടെ തള്ളിക്കയറ്റമായിരിക്കും. ഇപ്പൊ തള്ളിക്കയറ്റൊന്നും ഇല്ല മോളെ. അതുപോലെയാണ് സ്വർണത്തിന്റെ വില ഇപ്പൊ കുതിച്ചു കയറുന്നത്. നേരത്തും പേരെടുത്ത ജ്വല്ലറികളിലൊക്കെ ഒരുവിധം തിരക്കുണ്ട്. പിന്നെ പുതിയൊരു ഷോറൂം തുറക്കുമ്പോ ഇഷ്ടംപോലെ ആടൊക്കെ കൊടുക്കില്ലേ? കൊടുക്കും. എന്റെ മരുമകൾക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. മോളുടെ നാത്തൂന്. നാത്തൂൻ ഒരുത്തി വീടിന് പുറത്തു പോയി. അതിന് പിന്നാലെ അവളും പോകണം. അത്രയ്ക്ക് വെറുപ്പാ അഭിയേട്ടനും അമ്മയ്ക്കൊക്കെ അവളെ. എല്ലാം എനിക്കറിയാം മോളെ. അവളെയും തന്ത്രപരമായി നമ്മൾ അവിടെ നിന്ന് ചാടി. മൂത്ത കൊച്ചുമോൻ പോയപ്പോ അവനേക്കാൾ കഴിവ് കുറഞ്ഞൊരുത്തിനെ MD ആക്കുമെന്ന് ഞാൻ കരുതിയില്ല. പുറത്തുനിന്ന് ആരെങ്കിലും ആ സ്ഥാനത്ത് വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ അത് നടന്നില്ല. പിന്നെ ഇവിടെ മോള് പറഞ്ഞതുപോലെ നയന കളക്ഷൻസിനാണ് ഡിമാൻഡ് കൂടുതൽ. ആ ഡിമാൻഡ് ഇടിഞ്ഞു കഴിഞ്ഞാൽ മൂർത്തീസ് ജുവലറിയിലേക്കുള്ള ആൾക്കാരുടെ ഓട്ടം കുറയും. പിന്നെ 100% മോൾ ആ ഡിസൈൻ സാറ്റിസ്ഫൈഡ് ആണല്ലോ? അച്ഛൻ സാറ്റിസ്ഫൈഡ് അല്ലേ? ഇതുവരെ നമ്മുടെ മുന്നിൽ വന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡിസൈൻ ഇത് തന്നെയാണ്. എനിക്കും അങ്ങനെ തോന്നുന്നു. അല്ല, എന്തായിരുന്നു ഇത് വരച്ച പെൺകുട്ടിയുടെ പേര്? മാളവി. മാളവികയെ നമുക്ക് ഫിക്സ് ചെയ്യാച്ചാ. ഏകദേശം 1 മണിക്കൂറുണ്ടാ ഇത്ര ഭംഗിയായിട്ട് അവൾ അവളുടെ കഴിവ് തെളിയിച്ചത്. അങ്ങനെയെങ്കിലേ സമയം കൊടുത്ത അടിപൊളി ഡിസൈനുകൾ അവൾ നമുക്ക് മുന്നിലെത്തിക്കും. പിന്നെ ഇനി ആലോചിക്കാനൊന്നും. നമുക്ക് ആ ഡിസൈൻ ഒന്ന് വിടണം. ഹസ്ബൻഡിന് US-ൽ എന്താണ് ജോലി? ബിസിനസ് ആണ്. അങ്ങനെയുണ്ട്. നല്ല പ്രോഫിറ്റ് ഉണ്ടോ? കുഴപ്പമില്ല സർ. എന്നാ പിന്നെ ഹസ്ബൻഡിന്റെ ബിസിനസ്സിൽ സഹായിച്ചപ്പോരെ? റിസ്ക് എടുത്ത് ഇവിടെ കൂടണോ? വൈകാതെ ഇവിടെ സെറ്റിൽഡ് ആകാനാണ് നോക്കുന്നത്. ഉം. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാലറിയാണ് ഇവിടെ ഓഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജോലി കിട്ടിയ വളരെ ഉപകാരമാണ് സർ. കിട്ടിയാൽ ഉപകാരമാണ്. പക്ഷെ കിട്ടണ്ടേ? ഇതുവരെ മെസ്സേജ് ഒന്നും വന്നില്ല. ഇനി ചിലപ്പോ ഇങ്ങോട്ട് വിളിക്കുകയുള്ളൂ. എനിക്കൊരു ബോധമില്ലെന്ന് ചോദിക്കുകയും ചെയ്യും. അതിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല സർ. അത് മാളവികയുടെ വിശ്വാസം. എന്റെ കാൽക്കുലേഷൻ തെറ്റിയല്ലോ. എക്സലന്റ് എന്നാണല്ലോ മെസ്സേജ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ മോശം പറഞ്ഞെങ്കിലും അതിലൊരു ഡിസൈൻ കൊള്ളാമായിരുന്നു കേട്ടോ. ഇയാൾക്ക് ഇപ്പൊ വന്ന മെസ്സേജാണ് ഇയാളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. പിന്നെ ഇതുവരെ ഇങ്ങോട്ട് റിപ്ലൈ ഒന്നും വന്നില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഇവിടെ താൻ റിപ്ലൈ ഉണ്ടല്ലോ. ഇനി ഒന്നും ആലോചിക്കണ്ട. അപ്പോയിന്റ് ചെയ്ത് ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഷീസ് ബ്രില്യന്റ്. 100%. ഓക്കെ സർ. എന്തായാലും രക്ഷപ്പെട്ടു. അവരുടെ അടുത്ത് ഒരു പോസിറ്റീവ് റിപ്ലൈ വന്നു. ഇനിയിപ്പോ മറ്റൊന്നും ആലോചിക്കാനില്ല. മാളവികയെ അപ്പോയിന്റ് ചെയ്തിരിക്കും. എന്തായാലും രക്ഷപ്പെട്ടു. അവരുടെ അടുത്ത് ഒരു പോസിറ്റീവ് റിപ്ലൈ വന്നു. ഇനിയിപ്പോ മറ്റൊന്നും ആലോചിക്കാനില്ല. മാളവികയെ അപ്പോയിന്റ് ചെയ്തിരിക്കും. അപ്പം മറുവശത്തുള്ളവര് വിവരമുള്ളവരാ. ആ വിവരമുള്ളവരായിരിക്കും ഒരു പക്ഷേ ഈ ജ്വല്ലറിയുടെ വിജയത്തിന് പിന്നിൽ. എന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞൊന്നും മനസ്സിൽ വെക്കണ്ട. എനിക്ക് ഈ ഡിസൈനിങ്ങിനെ കുറിച്ച് ഈ പറയുന്ന പോലെ വലിയ വിവരമൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുന്ന പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല. അവരുടെ റിപ്ലൈ നെഗറ്റീവ് ആണെങ്കിൽ ആ സമയത്ത് ഷോക്ക് ഉണ്ടാവരുതല്ലോ. അതുകൊണ്ട് മാത്രം. എനിക്ക് ഉറപ്പായിരുന്നു സർ ആ ഡിസൈൻ ആര് കണ്ടാലും ഇഷ്ടപ്പെടുമെന്ന്. ഞാൻ പോലും ചിന്തിക്കാത്ത തരത്തിലാണ് ആ സമയത്ത് എന്റെ ഐഡിയ പൊയ്ക്കൊണ്ടിരുന്നത്. ഗുഡ്. അപ്പോഴേ ഇനി ഇവിടെ ഒരു പുതിയ കളക്ഷൻ ഉണ്ടാവാൻ പോവാ. മാളവിക കളക്ഷൻസ്. അതൊക്കെ വേണോ സർ? വേണം. ഇപ്പൊ ഞങ്ങൾ ഒരു സാലറി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൂടാതെ മാളവിക കളക്ഷൻസിന്റെ സെയിൽസിലുള്ള പ്രോഫിറ്റിന്റെ ഒരു വിഹിതവും മാളവികയ്ക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സർ. എന്തായാലും താൻ എന്റെ മാനം കാത്തു. നയന കളക്ഷൻസിന്റെ വലിയൊരു പരസ്യമാണ് കഴിഞ്ഞ ഓണത്തിന് മൂർത്തീസ് ജ്വല്ലറി എല്ലാ ചാനലുകളിലും കൊടുത്തത്. അതിന് സെയിൽ നടന്നു. എന്നാൽ ഇത്തവണ അതിനെ വെല്ലുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ പരസ്യം പോകാൻ പോകും. ഇനി കസ്റ്റമേഴ്സിന്റെ മനസ്സിലെ ഒരൊറ്റ പേര് മാത്രമേ കാണൂ. മാളവിക കളക്ഷൻസ്. അവര് ചില്ലറക്കാരല്ല. നയന കളക്ഷൻസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ നയന കളക്ഷൻസിന്റെ സൃഷ്ടികർത്താവിന് പഴയ പോലെ പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാ. ആ കുട്ടി പ്രഗ്നന്റ് ആണ്. നയന ആ സമയം നമ്മൾ മുതലാ. അവൾ പ്രസവം കഴിഞ്ഞ് വരുമ്പോഴേക്കും മാളവിക കളക്ഷൻസ് നമ്പർ 1 ആകണം. എനിക്ക് അമിത ആത്മവിശ്വാസമൊന്നും ഇല്ല സർ. പിന്നെ ഒരു ജോലി ഏൽപ്പിച്ച അത് 100% ആത്മാർത്ഥതയോടെ ചെയ്യുന്നത് എന്റെ ഒരു രീതിയാണ്. അത് മതി. എന്തായാലും ഈ വിഷുവിന് തിരുവനന്തപുരത്തെ നമ്പർ 1 ജുവലറി AN ജുവലറി ആയിരിക്കണം. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. തലസ്ഥാന നഗരി പിടിച്ച കേരളം മൊത്തം പിടി. അതായത് തിരുവനന്തപുരത്ത് എല്ലാ ജില്ലക്കാരും മിങ്കിൾ ചെയ്ത് കിടക്കുവാണ്. എല്ലാവരും ഒത്തൊരുമിക്കുന്നത് കൊണ്ട് കേരളത്തിന്റെ മൊത്തം പൾസാണ് തിരുവനന്തപുരത്തിന്റെ പൾസ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എല്ലാ ബിസിനസ്സിലും അങ്ങനെ തന്നെ. പത്മനാഭന്റെ മണ്ണിൽ വേരോടാത്തതൊന്നും കേരളത്തിൽ എവിടെയും വേരോടില്ല. താങ്ക് യു സർ. അപ്പോഴേ ഇനി വേറെ ഒന്നും ആലോചിക്കാൻ ഫ്രണ്ട് ഓഫീസിൽ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവിടെ നിന്ന് വരും. അതനുസരിച്ച്